ഒരു ദിവസം എപ്പോ തുടങ്ങും എപ്പോ അവസാനിക്കും? 7:30. അത്ര രാവിലെ എഴുന്നേക്കോ? അത് ശരി. 11:30 മാക്സ്. അത്രേ ഉള്ളൂ. അത് ശരി. അങ്ങനെ ഒരു നൈറ്റ് ബേർഡ് അല്ല. അങ്ങനെ നൈറ്റ് പരിപാടികളൊന്നും അധികം താല്പര്യമില്ലാത്ത ഫ്രണ്ട്സിന്റെ കൂടെ കൂടുകയാണെങ്കിൽ അതുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഷൂട്ടിംഗ് ആണെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റും. ആണ്. ഭാവനയുടെ ആരാധകരെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. നമ്മുടെ ഈ പുളിമൂട്ടിൽ ഇവിടെ ഞാനിവിടെ നിൽക്കുമെങ്കിലും ഒരു 150-500 പേരുണ്ടോ? ഒരു 10-500 പേര് ഈസി ആയിട്ട് നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്റെ ക്വസ്റ്റ്യൻസിനോട് കുഴപ്പമില്ലല്ലോ അല്ലെ? ഇതുപോലെ തന്നെയാണോ സാധാരണ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ സംഭവിക്കാറുള്ളത്? ഷൂട്ടിംഗ് സെറ്റില് ഇത്രയധികം ആൾക്കാർ ഉണ്ടാവും, പക്ഷെ ഇത്ര അടുത്തായിരിക്കില്ലല്ലോ. ആക്ച്വലി ഇപ്പൊ എന്തൊക്കെയാ ചോദിക്കണ്ടേന്ന് ഞാൻ മറന്നു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ അല്ല, മൊത്തത്തില് ഒരു ഫ്രീ ഡേ എന്ന് പറയുന്നത് രാവിലെ 7:30 തുടങ്ങുന്നു. എക്സസൈസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ? ഉണ്ട്. എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണോ? 5 days a week ആണ് നോക്കാറ്. അതും വീട്ടിലാണെങ്കിൽ ആണ്. ജങ്ക് ഫുഡ്സിനോട് കംപ്ലീറ്റ് നോ പറഞ്ഞിട്ടുള്ള ആളാണോ അതോ? ജങ്ക് ഫുഡാണ് ഞാൻ കൂടുതൽ കഴിക്കുന്നത്. വെരി നൈസ്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് വർക്ക്ഔട്ടിലാണോ? വർക്ക്ഔട്ട് ചെയ്യുന്നത്. കാരണം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനത്തിൽ കഴിക്കാലോ. ഭാവനയ്ക്ക് ഏതെങ്കിലും ഇപ്പോഴും ഭാവന ഒരുപാട് വായിക്കുന്ന ആളാണ്, ഒരുപാട് കവിതകളൊക്കെ എഴുതുന്ന ആളാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കവിത എഴുതിച്ചു. അതാണ്. അതിനുശേഷം പിന്നീട് കവിത എഴുതിയിട്ടില്ലേ? ഇവരെല്ലാവരും കൂടെ ഭയങ്കരമായി തളർത്തി കളഞ്ഞു ആ കവിതയോടുകൂടി. അത് ഭയങ്കരമായിട്ട് പുറത്തു വന്നതിന് ശേഷം പിന്നെ കവിത എഴുതാൻ പറ്റില്ല. സത്യമായിട്ടും. പിന്നീട് ഒരു കവിതയെങ്കിലും എഴുതിയിട്ടുണ്ടാവൂലേ? അല്ലേ? ആ പൂച്ച ഉപ്പേരി കഴിച്ചോടുകൂടി നിന്നോ? അതോടുകൂടി ഞാൻ കവിത ആണ്. അല്ല, ഞാൻ ആലോചിച്ചിരുന്നത് ഇന്നൊരു പുതിയ കവിത ഭാവനയിൽ നിന്ന് പാടിക്കാൻ പറ്റുമായിരിക്കുമെന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചായിരുന്നു. ഓരോ ആഗ്രഹങ്ങൾ മാത്രമാണല്ലോ അല്ലെ? അല്ല, അതിനുശേഷം സത്യമായിട്ടു പാടണ്ട, എന്നാലും ഒരു കവിത പോലും എഴുതിയിട്ട്. എന്നാലും ഒരുപാട് വായിക്കുന്ന ആളാണ്. ഒഴിവുവേളകൾ പുസ്തകത്തിലും കൂടെ ഇരിക്കുന്ന ഒരാളാണ്. വായിക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ ടു ബി ഓണസ്റ്റ് ഇപ്പൊ വളരെ വളരെ കുറവാണ് വായിക്കുന്നൊക്കെ. കാരണം നെറ്റ്ഫ്ലിക്സും ആമസോണും ഡിസ്നിയും ഒക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് അതിലടിച്ചു കാണും. ആണ്. ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? ഭൂതകാലം. തന്നെ ഇരുന്ന് കണ്ടാണോ എല്ലാവരുടെ കൂടെ ഇരുന്ന്? എല്ലാവരുടെയും കൂടെ ഇരുന്ന് കണ്ടിട്ട് പേടിച്ചായിരുന്നോ? പേടിക്കാൻ മീൻസ് ഒരു ഞെട്ടൽ. പിന്നീട് തന്നെ വെള്ളം എടുത്ത് കുടിക്കാൻ പോകാൻ പേടി, ബാത്റൂം പോകാൻ പേടി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇന്ന് രാത്രി? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഓൾറെഡി ഉള്ളതാണ്, കണ്ടാലും ഇല്ലെങ്കിലും. ആണോ? അല്ല, പ്രേതത്തിൽ വിശ്വാസമുള്ള ആളാണോ ഭാവന? വിശ്വാസമല്ല, ആണ്. അപ്പൊ പുളിമൂട്ടിൽ സിൽക്സിന്റെ 6ാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പാലായിൽ എത്തിയിരുന്നതാണ് ഭാവന.